നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പൊ ഏട്ടനും മോനും തമ്മിൽ പിണക്കത്തില. പക്ഷേ പോകുന്നതിന് മുമ്പ് അതിന്റെ ആഴം കൂടണം. എന്ന് വെച്ചാൽ തമ്മിൽ തല്ലി പിരിഞ്ഞിട്ടേ വരുൺ പോകാവൂ. നന്നായോ സാർ? ഗംഭീരമായി. അന്ന് രാധിക പാടിയതിനേക്കാൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ശ്രുതി സഞ്ചാരമൊക്കെ എത്ര ഈസി ആയിട്ടാണ് കുട്ടിക്ക് വഴങ്ങുന്നത്. ശ്യാമ മാഡം പാടാനിരുന്നല്ലേ? മാഡത്തിന് എന്തെങ്കിലും? പാടാൻ വിളിച്ചത് കുട്ടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ കുട്ടിയാണെന്നറിയുമ്പോ മാഡത്തിന് വലിയ സന്തോഷമാവും. രാധിക, ഐ എം ഷുവർ സംഗീതത്തിൽ തനിക്ക് വലിയൊരു യാത്രയുണ്ട്. എനിക്കതിൽ അവമാനിക്കാൻ അതിന്റെ ഒരു വഴിയൊഴുക്കുന്നതിന് ഞാനും നിമിത്തമായല്ലോ. അങ്ങനെയൊന്നും പറയരുത് സർ. ഞാൻ ഇതൊക്കെ തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാ കരുതുന്നത്. അയ്യോ, ഇതൊന്നും വേണ്ട സർ. അങ്ങനെ പറഞ്ഞ പറ്റില്ല. തനിക്കിപ്പോ ഒരു പാട്ടിന് ഇത്ര രൂപയൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതൊരു പ്രതിഫലമായി താൻ വാങ്ങിയേ പറ്റൂ. അന്ന് സാർ പ്രതിഫലം തന്നപ്പോ ഞാൻ വാങ്ങിയല്ലോ. പക്ഷേ ഇന്ന് ഞാൻ വാങ്ങില്ല. കാരണം ഇത് ഞാൻ മാഡത്തിന് വേണ്ടി ചെയ്തതാ. ഒരു കണക്കിന് അതെന്റെ ആരാധനയാ. ആരാധനയ്ക്ക് കൂലി വാങ്ങില്ലല്ലോ. രാധിക, സംഗീതം മാത്രമല്ല നല്ലൊരു ക്യാരക്ടർ കൂടി തനിക്ക് കിട്ടിയിട്ടുണ്ട്. കീപ് ഇറ്റ് അപ്പ്. എടുത്തോളൂ. രാധിക ഇരിക്കും. വേണ്ട സാർ. ഇരിക്കടോ. അർഹതയുള്ളടത്ത് ഇരിക്കാൻ പറഞ്ഞ ഇരിക്കണം. ഇരിക്കേ. അന്ന് പിന്നെ തന്നെ കുറിച്ചുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. ഇപ്പൊ പറയ്, താൻ ആരാ? എവിടെയാ വീട്? അച്ഛന്റെ പേര് ദേവനാരായണ തിരുമേനിന്ന. അച്ഛൻ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ പൂജാരിയാ. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങളുടെ വീടും. വീട്ടിലെ മറ്റുള്ളവര്? മുത്തശ്ശി, അമ്മ, പിന്നെ അനുജത്തി ഉണ്ടായിരുന്നു. അവളുടെ വിവാഹം കഴിഞ്ഞു. അതെന്താടോ ചേച്ചിയെ നിർത്തിയിട്ട് അനിയത്തിയുടെ വിവാഹം? പേഴ്സണൽ കാര്യങ്ങളിൽ ഞാൻ ഇടപെടുകയാണെന്ന് തോന്നല്ലോ. ഒന്നുമില്ല സാർ. ഒരു കൃഷ്ണഭക്തിയായി ജീവിക്കാൻ എനിക്ക് ആഗ്രഹം. അച്ഛൻ, അമ്മ, മുത്തശ്ശി, അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്ന കുടുംബജീവിതം. അതിനപ്പുറത്തേക്കൊന്നുമില്ല. താൻ കൊള്ളാലോ. ഇത്ര ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ചിത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിവേ, താൻ വന്നതും പാടിയതും ഞാൻ ശ്യാമ മാഡത്തെ അറിയിക്കുന്നുണ്ട്. ഐ തിങ്ക് ശ്യാമ മാഡം തന്നെ വിളിക്കും. എന്നെയോ? വിളിക്കും. അപ്പൊ തനിക്ക് മനസ്സിലാവും ഇത്ര ഉയർച്ചയിലിരിക്കുന്ന ശ്യാമ മാഡത്തിന്റെ മനസ്സ് എത്ര സിമ്പിളാണെന്ന്. അങ്ങനെ ഒരു കോള് വന്നാല് അതായിരിക്കും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷം. എന്റെ ജീവിതത്തിന്റെ പൂർണ്ണത ആ അമ്മയാ. നിങ്ങൾ പറഞ്ഞത് നേരാ. ഏട്ടൻ ഇവനെ വല്ലാതെ പിടിച്ചിട്ടുണ്ട്. വരുണിന്റെ തീരുമാനം ഉറച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത്. അവൻ അമേരിക്കയിലേക്ക് തിരിച്ചു പോകും. അപ്പൊ പിന്നെ കണിമംഗലത്തെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഒരേ ഒരു ഓപ്ഷൻ ഇവൻ തന്നെയായിരിക്കും. ഇപ്പോഴത്തെ മാറ്റത്തില് കൽപ്പനയ്ക്ക് വല്ലാത്ത പരാതി ഉണ്ടാവും. അത് ശ്രദ്ധിച്ചോണം. കൽപ്പനയ്ക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കൽപ്പനയുടെ സംസാരം കണിമംഗലത്തിന് ദോഷമാണെന്നാ ഏട്ടനും ഏട്ടത്തിയും അമ്മയും ചിന്തിക്കുന്നത്.
അതുകൊണ്ട് അത് വിട്ടേക്ക്. എന്റെ അച്ഛ, ഇവരെയൊന്നും വിശ്വസിക്കാൻ പോലും പറ്റില്ല. കരഞ്ഞും കാലു പിടിച്ചും ഒക്കെ വരുണിന്റെ തീരുമാനം മാറ്റാൻ അവര് ശ്രമിക്കും. അക്കാര്യത്തിൽ എനിക്കൊരു ടെൻഷനുമില്ല. വരുണിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു തീരുമാനമെടുത്താൽ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കും. പ്രത്യേകിച്ച് പ്രിയങ്കയെ പിരിയുക എന്നുള്ളതാണ് അവന്റെ ഉദ്ദേശം. പക്ഷേ വരുൺ വെറുതെ അങ്ങ് പോയാൽ പോരാ. എപ്പോൾ വേണമെങ്കിലും വരുൺ തിരിച്ചു വരാമെന്നൊരു തോന്നലുണ്ടെങ്കിൽ നമുക്കൊരു കാര്യവും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് വേണം? വരുൺ തിരിച്ചു വരില്ല എന്ന് നമ്മൾ ഉറപ്പാക്കണം, വേണ്ടേ? എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ ഏട്ടനും മോനും തമ്മിൽ പിണക്കത്തില്ല. പക്ഷേ പോകുന്നതിന് മുമ്പ് അതിന്റെ ആഴം കൂടണം. എന്ന് വെച്ചാൽ തമ്മിൽ തല്ലി പിരിഞ്ഞിട്ടേ വരുൺ പോകാവൂ. പരസ്പരം പിരിയുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളുടെ മുഖം കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. അതിന്റെ കളികളാണ് ഇനി നടത്തേണ്ടത്. മനസ്സിലായി. അച്ഛന്റെ ബുദ്ധിക്ക് ഈ അടുത്തായിട്ട് മൂർച്ച കൂടി തുടങ്ങിയിട്ടുണ്ട്. എന്ത് ചെയ്യാം? നിന്നെ സിംഹാസനത്തിൽ ഇരുത്തണമെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ പറ്റൂ. മുന്നോട്ടുള്ള നടത്തം സൂക്ഷിക്കണം. ഒരു വാക്കിലോ നോട്ടത്തിലോ പോലും ആർക്കും ഒരു സംശയം തോന്നരുത്. ഗൗതമിനെ കുറിച്ച് ചോദിച്ചാൽ നിഷ്കളങ്കതയുടെ പര്യായമാണെന്ന് അവര് പറയണം. ബാക്കിയുള്ളവരത് സമ്മതിക്കാൻ വേണം. കേട്ടല്ലോ? എന്നാ അമേരിക്കയിലേക്ക് പോകുന്നേ? ഡേറ്റ് തീരുമാനിച്ചില്ല. എന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് എല്ലാരും നിർബന്ധിക്കാൻ സാധ്യതയുണ്ട്. എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ? അയ്യോ, തന്നെ പേടിച്ചാ ഞാൻ നാട് വിടുന്നത്. അപ്പൊ പിന്നെ തന്നെ കൂടെ കൂട്ടുന്ന കാര്യം ചിന്തിക്കാൻ പറ്റുമോ? ആര് നിർബന്ധം പിടിച്ചാലും ഒപ്പം വരാൻ എനിക്ക് താല്പര്യമില്ല. വെറുക്കപ്പെട്ട ജീവിതം ഇവിടെ ആയാലും അങ്ങനെയാണല്ലോ. പ്രിയങ്ക, നമ്മൾ തമ്മിൽ പിരിയാൻ ഇതിൽ നല്ലൊരു മാർഗം ഞാൻ കാണുന്നില്ല. ഏത് മാർഗത്തിൽ പിരിയാനും ഞാൻ ഒരുക്കമാണല്ലോ. പിന്നെന്താ? പക്ഷെ പോവാണെങ്കിൽ മാന്യമായിട്ട് പോണം, ഒളിച്ചോടരുത്. മനസ്സിലായില്ല? നമ്മൾ തമ്മിലുള്ള ഇടപാടുകളൊന്ന് സെറ്റിൽ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് ദിവസമായി. അതിനിടയിൽ കാരണങ്ങൾ ഒരുപാട് നിരത്തി. എന്തായാലും ഒരു കാര്യം എനിക്ക് വ്യക്തമായി. അച്ഛന്റെ അസുഖത്തിനെ കുറിച്ചോ അച്ഛന്റെ ജീവനെ കുറിച്ചോ വലിയ ടെൻഷനൊന്നും വരുണിന്റെ ജീവിതത്തിലില്ല. വേണമെങ്കിൽ തർക്കിച്ചു, ഞാൻ കേട്ടിരിക്കാം. പക്ഷെ അച്ഛനെ പിരിഞ്ഞ് സ്ഥിരമായി വിദേശത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നത് ചെറിയ കാര്യമല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, പോകുന്നെങ്കിൽ മാന്യമായിരിക്കണമെന്ന്. താനെന്താ ഉദ്ദേശിക്കുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.